നമസ്കാരം, ഗ്ലോബൽ മെല്ലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, കുറേ വർഷങ്ങളായിട്ട് UK ഗവൺമെന്റ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. UK ഇമിഗ്രേഷൻ കൂടുന്നു. ഇമിഗ്രേഷൻ മൂലം പബ്ലിക് ഹെൽത്ത് സർവീസും അതേപോലെ തന്നെ UKയുടെ പബ്ലിക് ഫണ്ടുകളിലും ഒക്കെ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് ഇമിഗ്രേഷൻ കുറച്ചേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എടുക്കുന്ന റെമഡിയൽ സ്റ്റെപ്പുകളെല്ലാം മുന്നോട്ട് വെക്കുന്നത് ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻറ് വിസയും വർക്ക് വിസയും ഒക്കെ കുറയ്ക്കുക, അതായത് സ്കിൽഡ് വർക്കർ വിസയും ഒക്കെ കുറയ്ക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും ഈ സ്കിൽഡ് വർക്കർ വിസയും സ്റ്റുഡൻറ് വിസയും ആണോ UKയുടെ ശരിക്കും ഇമിഗ്രേഷനിലെ പ്രശ്നം എന്നുള്ളതാണ്. പകരം ഈ ഹ്യൂമാനിറ്റേറിയൻ വിസ, അതേപോലെ തന്നെ അസൈലം സീക്കേഴ്സ്, അതേപോലെ ഇല്ലീഗൽ മൈഗ്രൻസ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരിക്കലും ആരും സംസാരിച്ച് കേട്ടിട്ടില്ല. സോ അങ്ങനെ വരുന്ന ആളുകൾ UKയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്, അല്ലെ അവർ കാരണം എന്തൊക്കെ ഫൈനാൻഷ്യൽ ബേർഡൻ ഗവൺമെൻറ് ഉണ്ടാകുന്നു എന്നുള്ളൊരു ജനറൽ ഓവർവ്യൂ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് മെറ്റീരിയലുകൾ കാണാൻ ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സൈറ്റേഷൻസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. സോ തീർച്ചയായിട്ടും ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഡേറ്റ കളക്ട് ചെയ്തിരിക്കുന്നത്. സോ ആ കളക്ട് ചെയ്ത ഡേറ്റ ഗവൺമെൻറ് സൈറ്റുകളിൽ നിന്നും മറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ ന്യൂസ് സൈറ്റുകളിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തീർച്ചയായിട്ടും ഈ ഡേറ്റ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഇത് സ്വീകരിക്കുക. സോ ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, UKയിൽ ഇമിഗ്രേഷൻ വലിയൊരു പ്രശ്നമാണെന്ന് പറയുമ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം, ഇമിഗ്രേഷൻ ഏതൊക്കെ തരത്തിലാണ് UKയിൽ നടക്കുന്നുള്ളത്. ഒന്ന് ലീഗൽ ഇമിഗ്രേഷനും ഇല്ലീഗൽ ഇമിഗ്രേഷനും, അതുമാത്രമല്ല ഹ്യൂമാനിറ്റേറിയൻ ബേസിസിലും അതുപോലെ അസൈലം സീക്കിംഗ് ബേസിസിലും ഒക്കെ ഇവിടെ ഇമിഗ്രേഷൻ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നാളുകളിൽ വന്നിട്ടുള്ള ഈ ഇമിഗ്രേഷൻ റൂൾ ചേഞ്ച് 2023, 2024, 2025 വർഷങ്ങളിൽ വന്നിട്ടുള്ള ഇമിഗ്രേഷൻ മാറ്റങ്ങൾ മൂലം ഏകദേശം നമ്മുടെ വർക്ക് വിസ, സ്കിൽഡ് വർക്കർ വിസ അല്ലെങ്കിൽ ടയർ 2 വിസ എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന വിസയിൽ ഏകദേശം 39% കുറവ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല സ്റ്റുഡൻറ്റ് വിസയിൽ എല്ലാ വർഷവും 10 മുതൽ 20% വരെ ഇഴിവും ഈ സ്റ്റുഡൻറ്റ് വിസയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഗ്രാജുവൽ ഈ ഡേറ്റ പറയുന്നത് 2024ലാണ്. 2025 വന്നപ്പോഴത്തേക്ക് വളരെയധികം ഗ്രാജുവൽ ഡിക്രീസാണ് സ്റ്റുഡൻറ് വിസയിലും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഏകദേശം 14 മുതൽ 20% വരെ ഇൻക്രീസാണ് ഈ ബോട്ടുകളിൽ വന്നത്. ഈ ചെറിയ ബോട്ടുകളിൽ ഇല്ലീഗലായിട്ട് UKയുടെ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്ത് വരുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2024-25 ഫൈനാൻഷ്യൽ ഇയറിൽ തന്നെ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ ഇറഗുലർ ബോട്ടുകളിൽ വരികയും അവരെല്ലാം അസൈലം സീക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അസൈലം വിസ എന്നുള്ളതാണ്. അതായത് നമ്മൾ താമസിക്കുന്ന രാജ്യത്ത് നമ്മൾ സേഫ് അല്ല. അതായത് മനുഷ്യത്വപരമായി നമുക്ക് അവിടെ താമസിച്ചാൽ നമുക്ക് മരണം സംഭവിക്കാനോ അങ്ങനെ നമ്മൾ താമസിക്കുന്ന രാജ്യത്ത് സേഫ് അല്ല, അതുകൊണ്ട് UK എനിക്ക് അഭയം തരണം എന്നുള്ള രീതിയിൽ UKയിൽ വരുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ് അസൈലം വിസ. ഈ അസൈലം എന്ന് പറയുന്ന അപ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ റെഡ് ലിസ്റ്റ് ചെയ്തേക്കുന്ന കണ്ടിട്ടുണ്ട്. ഇന്ത്യയൊക്കെ അസൈലം ലിസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി ഒരുപാട് വർഷങ്ങൾ മുമ്പേ എടുത്ത് മാറ്റിയാണ്. ഇന്ത്യ സേഫ് ആണെന്നാണ് പറയുന്നത്. അതേസമയം അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാട്ടോ. അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ സൗത്ത് യൂറോപ്യൻ കൺട്രീസ്, സൗത്ത് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ്, അതുപോലെ എന്തെങ്കിലും അഫ്ഗാനിസ്ഥാൻ ഉണ്ട്. ഉറപ്പായിട്ടും അഫ്ഗാനിസ്ഥാൻ താലിബാനൊക്കെ ഏറ്റെടുത്തതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം. അത് ഹ്യൂമാനിറ്റേറിയൻ റൂട്ടുകളിൽ വരും. അപ്പം അങ്ങനെ അസൈലം സീക്ക് ചെയ്ത് വരുന്ന ആളുകൾ UK വന്നൊരു ആപ്ലിക്കേഷൻ ഇട്ടാൽ ആ ആപ്ലിക്കേഷൻ ഇടുന്ന പോയിന്റ് മുതൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുന്ന സമയം വരെ ഗവൺമെൻറ് ഇവരെ നോക്കാൻ ഒബ്ലൈജ്ഡ് ആണ്. അതായത് ഈ പറയുന്ന ആളുകൾ ആപ്ലിക്കേഷൻ വെച്ച സമയം പോലുള്ള അവരുടെ താമസം, അവരുടെ ഭക്ഷണം, അവരുടെ ബാക്കി ചിലവുകളെല്ലാം നോക്കി അതിലൊരു തീരുമാനം. ഇപ്പോൾ UKയിൽ ഇവിടെ നിന്നോ എന്ന് പറയുന്ന യെസ് ആണെങ്കിലും, അല്ല നിങ്ങളെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല എന്ന് പറയുന്ന നോ ആണെങ്കിലും 2 പോയിന്റ് എത്തുന്നത് വരെയും ആ ഒരു ഡിസിഷൻ മേക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിന് ഇവരെ തീറ്റിപ്പോറ്റേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ അസ് ഓഫ് നൗ 2025 കറൻ്റ്ലി 1 ലക്ഷത്തിലധികം ആപ്ലിക്കേഷൻ, 100,000+ ആപ്ലിക്കേഷനാണ് അസൈലം വിസയിൽ UK ഗവൺമെൻറ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പം ഒരു അസൈലം സീക്കറിന് വീക്കിലി 50 പൗണ്ടാണ് അവരുടെ എക്സ്പെൻസിന് വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്നത്. അപ്പോൾ ഇല്ലീഗലായിട്ട് ഈ ബോട്ടിൽ വരുന്ന ആളുകളുണ്ടെങ്കിൽ ആ ആളുകൾ UKയിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് പെർ മന്ത് അല്ല, പെർ വീക്ക് 50 പൗണ്ട് അവരുടെ ബേസിക് എക്സ്പെൻസുകൾക്ക് വേണ്ടി കൊടുക്കണം, ഫുഡിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. അത് മാത്രമല്ല ആ സമയത്ത് ഇവർക്ക് ലീഗലി UKയിൽ വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാകത്തില്ല. പക്ഷേ അവർക്ക് ഹൗസിങ് കൊടുക്കണം, അക്കോമഡേഷൻ കൊടുക്കണം. പല ആളുകൾക്കും ഈ പറഞ്ഞ പോലെ കൗൺസിൽ ഹൗസുകളും അങ്ങനത്തെ ഹൗസുകളൊക്കെ കൊടുക്കുകയും
ഇപ്പോൾ 1 ലക്ഷത്തിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ മിക്ക ആളുകളും 5 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലുകളിലാണ് ഗവൺമെൻറ് അക്കോമഡേഷൻ കൊടുത്തേക്കുന്നത്. ഈ അക്കോമഡേഷൻ ഏകദേശം ഹോട്ടലുകളിൽ താമസിക്കുന്ന അസൈലം സീക്കേഴ്സിന് 132 പൗണ്ടാണ് പെർ ഡേ അവർക്ക് ചിലവ് വരുന്നത്. 132 പൗണ്ട് എന്ന് പറയുമ്പം മാസം ഏകദേശം അവരുടെ റെൻറ്റ് മാത്രമല്ല, അവർക്ക് താമസിക്കാൻ വേണ്ടി കൊടുക്കുന്നത് 4000 പൗണ്ടിൻ്റെ അടുത്ത്, 4 ലക്ഷം രൂപയ്ക്കടുത്ത് പെർ മന്ത് ഒരു അസൈലം സീക്കറിന് കൊടുക്കുക. അപ്പം ഇപ്പം 4000 ഇൻറ്റു 1 ലക്ഷം കൂട്ടി നോക്കുക, എത്ര ബില്യൺ പൗണ്ട്സ് ആണ്, അല്ലെങ്കിൽ എത്ര മില്യൺ പൗണ്ടാണ് ഇവർക്ക് വേണ്ടി ഗവൺമെൻറ് ചിലവാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഈ അസൈലം സീക്കേഴ്സ് എല്ലാം പലരും ഇല്ലീഗലായിട്ട് UK എത്തിയതിന് ശേഷം അസൈലം അപ്ലൈ ചെയ്യുന്ന ആളുകളാണ്. സോ ആ ഒരു ആൾക്കാരെ ഈ UK നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്, അസൈലം സീക്ക് ചെയ്ത് വരുന്ന ആളുകളെ എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് കൺസർവേറ്റീവ് ഗവൺമെൻറ് റവാണ്ട പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ റവാണ്ട പ്ലാൻ അനുസരിച്ച് UK ഈ പറയുന്ന പോലെ അസൈലം സീക്ക് ചെയ്യുന്നതോ അങ്ങനെ ഇല്ലീഗലായിട്ട് വന്നിട്ട് അസൈലം സീക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ റവാണ്ടയിലേക്ക് മാറ്റുകയും അവർക്ക് അസൈലം അനുവദിക്കുകയാണെങ്കിൽ അവർ റവാണ്ട കണ്ടിന്യൂ ചെയ്യാൻ ഗവൺമെൻറ് സമ്മതിക്കുകയും, അല്ല അവർ അസൈലം നോയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരെ റവാണ്ടയിൽ നിന്ന് അവരുടെ ഒറിജിൻ കൺട്രി ഏതാണോ ആ രാജ്യത്തേക്ക് ഡീപ്പോർട്ട് ചെയ്യാനുമാണ് ഗവൺമെൻറ് പ്ലാൻ ഇട്ടിരുന്നത്. അതെല്ലാം അപ്രൂവ് ആയി. ഒരുപാട് ഹ്യൂമാനിറ്റേറിയൻ ലോസ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി ഋഷി സുനക് അതെല്ലാം സോർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലൈറ്റ് ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ കൊണ്ടുപോയതിന് ശേഷം ഈ പുതിയ ഗവൺമെൻറ് വന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ഗവൺമെൻറ് ആയിരുന്നുകൊണ്ട് തന്നെ ആ പ്ലാൻ മൊത്തത്തിലായി അബോളിഷ് ചെയ്തു. അവരെ UK തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് ബില്യൺസ് ഓഫ് പൗണ്ട്സ് ആണ് ഈ അസൈലം സീക്കേഴ്സിന് വേണ്ടി മാത്രം തന്നെ ഗവൺമെൻറ് അങ്ങോട്ട് ചിലവാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു നല്ല ശതമാനം ആപ്ലിക്കേഷൻ 50% അല്ലെങ്കിൽ 60% ആളുകൾക്ക് അസൈലം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ 1 ലക്ഷത്തിൽ 50,000 60,000 വരുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ UK തന്നെ സെറ്റിൽ ആവുകയും ചെയ്യും. ഈ പറയുന്ന ആളുകൾ ₹1 വിസ ആപ്ലിക്കേഷന് വെച്ചവരല്ല, ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് കൊടുത്തവരല്ല. പക്ഷേ ഇവർക്കെല്ലാം ഈ സർവീസസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. യൂസ് ചെയ്യാൻ ഗവൺമെൻറ് അവർക്ക് അനുവാദം കൊടുക്കാൻ നിർബന്ധിതരാകുന്നു. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന ആളുകൾ എത്രത്തോളം ഒരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഒരു NHSനെ ആട്ടെ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനകത്ത് എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുമാത്രമല്ല ഈ 1 ലക്ഷത്തോളം ആളുകൾക്ക് ഈ 50 പൗണ്ട് പെർ വീക്ക് എന്ന് പറയുന്നത് പലർക്കും മതിയാവുന്നില്ല. കാരണം അവർക്ക് ഫുഡിന് അത് തികയുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം അവരെന്ത് ചെയ്യുന്നു, പാരലായിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് വർക്ക് ചെയ്യാൻ പോകുന്നു. അതുപോലെ അങ്ങനെ സോഷ്യോ എക്കണോമിക്കൽ ഇഷ്യൂസ് ഒരുപാട് ഈ പറഞ്ഞ അസൈലം സീക്കേഴ്സ് കാരണം ഉണ്ടാകുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ എല്ലാ അസൈലം സീക്കേഴ്സും പ്രശ്നമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ശരിക്കും ഗവൺമെൻറ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് UK വന്ന സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം കൃത്യമായിട്ട് ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജും നമ്മുടെ ഈ പറഞ്ഞ വിസ ആപ്ലിക്കേഷൻ ഫീസും എല്ലാം കൊടുത്ത് PSWനും ഈ പറഞ്ഞ പോലെ ഫീസ് എല്ലാം കൊടുത്ത് അത് കഴിഞ്ഞ് സ്കിൽഡ് വർക്കർ വിസയിലോട്ട് അവർ മാറുവാണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസും കൊടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽ സർചാർജ് എംപ്ലോയറിൻ്റെ ഇതും വാങ്ങിച്ച് അങ്ങനെ IHS സർചാർജും വാങ്ങിച്ച് അങ്ങനെ കിട്ടാവുന്നിടത്തുനിന്നെല്ലാം മാക്സിമം കാശ് എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും സ്കിൽഡ് വർക്കർ വിലും വരുന്ന ആളുകൾ തന്നെയാണോ ശരിക്കും UK പ്രശ്നം എന്ന് ആലോചിച്ച് നോക്കുക. അതുമാത്രമല്ല ഈ പറയുന്ന ആളുകൾ പകുതി ആളുകളും UK വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ മടിയുള്ളവരാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ഒരു തൊഴിലറിയാത്തവരാണ്, അല്ലെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് അറിയാത്ത ആളുകളാണ്. ഈ ആളുകൾ UK എന്നും ഒരു ബേർഡനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ പണിയെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണിയെടുക്കുന്ന ആളുകളുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ എന്നാലും വളരെ പുവർ അതായത് ലേബർ ജോലികളിലേക്ക് പോകുക എന്നുള്ളതല്ലാതെ ഇവരെ കൊണ്ട് ഈ പറയുന്ന എക്കണോമിക്ക് വളരെ സ്ട്രെങ്തനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഒന്നും അവർക്ക് പല ആളുകൾക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സിസ്റ്റത്തിൻ്റെ ഒരു പരാജയമാണ് ശരിക്കും പറഞ്ഞാൽ ഇമിഗ്രേഷനിലെ പ്രശ്നമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ UK ഗവൺമെൻറ്റിനെ തിരുത്താൻ നമ്മളാരുമല്ല, പൊളിറ്റിക്കൽ പ്രഷേഴ്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ പറയുന്ന ഈ പുതിയ പാർട്ടിയുടെ വരവോടുകൂടെ, ഈ ഫാർ റൈറ്റിൻ്റെ വരവോടുകൂടെ ഈ UK ഇമിഗ്രേഷൻ അഗനിസ്റ്റായിട്ട് ഒരു ഡീല് ചെയ്യാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് ലേബർ ഗവൺമെൻറ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസും ഇതിനകത്ത് ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ ശരിക്കും ഒരു ഫൈനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പബ്ലിക് സർവീസുകളുടെ ബേർഡൻ എന്നുള്ള നിലയിൽ അല്ലെ പബ്ലിക് ഫണ്ടിൻ്റെ ബേർഡൻ എന്നുള്ള നിലയിൽ ആരാണ് ശരിക്കും പ്രശ്നക്കാർ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഈ 2022 കാലഘട്ടത്തിൽ മാത്രം സ്റ്റുഡൻസ് ആയിട്ട് വന്ന ആളുകൾ UK എക്കണോമിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് 37.4 ബില്യൺ പൗണ്ട്സ് ആണ്. 37.4 ബില്യൺ 37.4 ബില്യൺ പൗണ്ട് നമ്മൾ റുപ്പീസിൽ കാൽക്കുലേറ്റ് ചെയ്താലും 3.9 3 അല്ലെ 4 കൂട്ടം റൗണ്ട് ചെയ്ത് 4 ലക്ഷം കോടി രൂപ 4 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്നല്ല മൊത്തത്തിലുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് UK വന്നതിനോട് ഒരു 2022 മാത്രം ഇവിടെ വന്നത്. അപ്പോൾ അത്രയും വലിയ എമൗണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ശരിക്കും ഈ നാടിന് ശാപമാണോ? അതുമാത്രമല്ല സ്കിൽഡ് വർക്കേഴ്സിനും ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ഫീസ് തന്നെ ഒരുപാട് ഉയർത്തിയിട്ടുണ്ട്. ഇരട്ടിയും 3 ഇരട്ടിയും ഒക്കെ ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. സോ ആ സമയത്തും ഈ കാശെല്ലാം കൊടുത്ത് ഇവിടെ
നിൽക്കുന്ന സ്കിൽഡ് വർക്കർ വിസയിൽ നിൽക്കുന്ന ആളുകൾ ശരിക്കും ഈ സിസ്റ്റത്തിന് ഒരു ബേർഡൻ ആണോ എന്നുള്ള ചോദ്യമാണ്. ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന സ്കിൽഡ് വർക്കർ വിസയുടെ ആപ്ലിക്കേഷൻ്റെ റിഡക്ഷനാണ് ശരിക്കും ഗവൺമെൻറ് കണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം കറക്റ്റായിട്ട് നടന്നു പോകുന്നുണ്ട്. പക്ഷേ റിയാലിറ്റി ഈ പറയുന്ന ഈ രാജ്യത്തിന് തന്നെയല്ലേ എൻഡ് ഓഫ് ദ ഡേ നഷ്ടം വരുന്നത്. ഇപ്പോൾ പല ആളുകളും ഇതെന്ന് പറയും UK ഇതൊന്നും ഒരു വിഷയമല്ല, UK ഇതൊക്കെ കുറേ കണ്ടറുള്ളയാ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാകും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒരു ഡേറ്റ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ലേബർ ഷോർട്ടേജ് ഇല്ലേ ശരിക്കും? ആ ലേബർ ഷോർട്ടേജിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടതല്ലേ? ആ ഫില്ല് ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വേണ്ടേ? അതോ നിങ്ങൾ ചീപ്പ് ലേബർ മാത്രം ചെയ്യുന്ന ആളുകളെ കുറിച്ച് മാത്രമാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വന്ന് അവർക്ക് ഈ പറയുന്ന പോലെ ഈ സാലറി അളവുകൾ ഈ പറയുന്ന ടെക്നിക്കൽ ഫീൽഡുകളിൽ ഷോർട്ടേജ് ഉള്ള ഫീൽഡുകളിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലകളിലൊക്കെ നിങ്ങൾ സാലറി റിക്വയർമെൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരുപാട് സ്റ്റുഡൻസും എഞ്ചിനീയറിംഗ് മേഖലകളിൽ ജോലി കിട്ടുകയും അവർക്ക് ഈ രാജ്യത്തിൻ്റെ എക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ചിന്തിക്കാതെ വെറും മിയർ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നു, ഓരോ രാജ്യങ്ങളും അവരുടെ പ്രോസ് ആൻഡ് കോൺസ് വേ ചെയ്തിട്ടായിരിക്കും അവർ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. അതിനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ജൂറിയുടെ പ്രത്യേക പുരസ്കാരം ഏറ്റുവാങ്ങുന്ന മറ്റൊരു വിസ കാറ്റഗറി ഉണ്ട്. അതാണ് ഹ്യൂമാനിറ്റേറിയൻ വിസ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിസയാണ്. ഹ്യൂമാനിറ്റേറിയൻ വിസ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഈ പറഞ്ഞ യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് കൊണ്ടുവരുന്ന ആളുകളാണ്. ആ ആളുകളെ ഗവൺമെൻറ് ഈ പറയുന്ന പോലെ നോക്കാനുള്ള ചുമതല ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന ആളുണ്ട്. അസൈലം സീക്കേഴ്സ് അല്ല, ഇത് ഹ്യൂമാനിറ്റേറിയൻ ബേസിസിൽ കൊണ്ടുവരുന്നത്. അത് വേറെ സെപ്പറേറ്റ് കാറ്റഗറിയാണ്. ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ UK പ്രധാനമായിട്ടും ഹ്യൂമാനിറ്റേറിയൻ ബേസിൽ വന്നേക്കുന്ന 2 രാജ്യക്കാരാണ്. ഒന്ന് ഉക്രൈൻകാരും ഒന്ന് അഫ്ഗാനിസ്ഥാൻകാരും. മറ്റൊരുപാട് രാജ്യങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. പക്ഷേ മെജോറിറ്റി ഈ 2 രാജ്യത്താണ്. ഈ രാജ്യത്ത് നിന്ന് വന്ന ആളുകളുടെ എണ്ണം കേട്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടും. അതായത് യുക്രൈനിൽ നിന്ന് UK വന്നത് 2.7 ലാക്ക് 2,70,000 ആളുകളാണ് യുക്രൈനിൽ നിന്ന് UK വന്നത്. ഈ വരുന്ന ഓരോ ആൾക്കാർക്കും ഗവൺമെൻറ് 10,050 പൗണ്ട് ഒരു സമയം വരെ, അതിനുശേഷം 5,700 പൗണ്ട്, എന്നാലും ഒരു 10,500 പൗണ്ട് വരുന്ന ഓരോ ആളുകൾക്കും ഗവൺമെൻറ് ഇവിടെ റീസെറ്റിൽമെൻറ്റ് അലവൻസ് ആയിട്ട് കൊടുക്കാറുണ്ട്. അത് മാത്രമല്ല UK വന്നതിന് ശേഷം അവർക്ക് മറ്റ് അലവൻസ്, അത് ഞാനിപ്പോൾ പറയാം. രണ്ടാമത് വന്നൊരു കാറ്റഗറി ആളുകളാണ് അഫ്ഗാൻ പൗരന്മാർ. ഈ അഫ്ഗാൻ പൗരന്മാരും ഏകദേശം 50,000-ലധികം അഫ്ഗാൻ പൗരന്മാർ താലിബാൻ്റെ പ്രശ്നം നടന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവർക്കും ഈ പറയുന്ന പോലെ ഈ UK സെറ്റിൽ ആകാൻ വേണ്ടി ചിലവായത് 7 ബില്യൺ പൗണ്ടാണ്. 7 ബില്യൺ, മില്യൺ അല്ല, 7 ബില്യൺ പൗണ്ടാണ്. സോ അത്രയും കാശ് ഈ പറഞ്ഞ ഹ്യൂമാനിറ്റേറിയൻ വിസയിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി അവർ ചിലവാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഹ്യൂമാനിറ്റേറിയൻ വിസയിൽ വരുന്ന ആളുകൾക്ക് അവർക്ക് ഒരു സ്പോൺസറിനെ കണ്ടുപിടിക്കാം. ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ ആ സ്പോൺസറിൻ്റെ വീട്ടിൽ, ഇപ്പം ഞാൻ ഒരു അഫ്ഗാൻ പൗരനാണ്, അല്ലെങ്കിൽ റാൻഡം പേഴ്സണാണ്, ഇപ്പം ഞാൻ XOR ഏത് രാജ്യക്കാരും ആയിക്കോട്ടെ, ഞാൻ ഒരു അഫ്ഗാൻ പൗരനെ അല്ലെങ്കിൽ ഒരു ഫാമിലിയെ സ്പോൺസർ ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, സ്പോൺസർ ചെയ്യുക ഇൻ ദ സെൻസ് എൻ്റെ വീട്ടിലെ അവർക്ക് ഫ്രീ ആയിട്ട് താമസം കൊടുക്കാം. അതിനുശേഷം അവർക്ക് പിന്നീട് പ്രൈവറ്റായിട്ട് മാറുമോ, അല്ലെങ്കിൽ ഈ സ്പോൺസറിൻ്റെ ഇഷ്ടമുള്ള എത്ര നാളുണ്ടോ അത്ര നാൾ സ്പോൺസറിൻ്റെ കൂടെ ജീവിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ സ്പോൺസറിന് ഒരു താങ്ക് യു എന്നുള്ള രീതിയിൽ, ഗവൺമെൻറ് ഒരു താങ്ക് യു നോട്ട് എന്നുള്ള രീതിയിൽ 350 പൗണ്ട് ഈ സ്പോൺസറിന് ഗവൺമെൻറ് കൊടുക്കും എല്ലാ മാസം ഇവരെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതുകൂടാതെ ഇവർ മാറി പ്രൈവറ്റായിട്ട് എപ്പോഴെങ്കിലും മാറുകയെന്ന് വെക്കുക, 1 വർഷം കഴിഞ്ഞിട്ടോ 6 മാസം കഴിഞ്ഞിട്ടോ അവർ മാറുകയെന്ന് വെക്കുക. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് യൂണിവേഴ്സൽ ക്രെഡിറ്റ്, അതുപോലെ ഹൗസിംഗ് ബെനിഫിറ്റ്സ്, ചൈൽഡ് ബെനിഫിറ്റ്സ്, പിന്നെ പേഴ്സണൽ ഇൻഡിപെൻഡൻസ് പേയ്മെൻറ്റ്, അങ്ങനെ UK PR ഉള്ള സിറ്റിസൺഷിപ്പ് ഉള്ള ഒരാൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുമോ, അതായത് ജോലി ഇല്ലാതിരിക്കുമ്പോൾ അതിനുള്ള അലവൻസ്, പിള്ളേരുണ്ടായിട്ട് ജോലി ഇല്ലാതെ പോയാൽ അതിനുള്ള എക്സ്ട്രാ അലവൻസ്, അങ്ങനെ വേണ്ടുന്ന എല്ലാ, ഇപ്പോൾ വരുമാനം ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ റെൻ്റ് അടയ്ക്കാനുള്ള യൂണിവേഴ്സൽ ക്രെഡിറ്റ്, അതുപോലെ തന്നെ കൗൺസിൽ ഹൗസുകൾ, ഇങ്ങനെ UK ഇംഗ്ലീഷുകാരനായ പൗരന്മാർക്ക് കിട്ടുന്ന എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടോ ഈ ബെനിഫിറ്റ്സ് എല്ലാം ഈ ആളുകൾക്ക് കിട്ടും. യുക്രൈനിൽ നിന്ന് വന്ന ആളുകളും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ആളുകളും. ഇതിനകത്ത് എത്രയോ ആളുകൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളുണ്ട്. ഇതിനകത്ത് എത്രയോ ആളുകൾക്ക് ഭാഷ അറിയാത്ത ആളുകളുണ്ട്. ഇതിനകത്ത് 2022-ലും 2023-ലും വന്നിട്ട് ഇന്ന് വരെയും ജോലിക്ക് പോകാത്ത എത്ര ആളുകളുണ്ടെന്നറിയാം. ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ട്രീറ്റിന് അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ 3-4 ഇതുപോലെ അഫ്ഗാൻ ഫാമിലികൾ വന്ന് താമസിക്കുന്നുണ്ട്. ഇവർ ഒരു ജോലിക്കും പോകാതെ വീടിന് മുമ്പിൽ വെറുതെ ഇരിക്കുകയാണ്. അതായത് ഇവർക്ക് ഈ പറയുന്ന ഹൗസിംഗ് ബെനിഫിറ്റ്സ്, ഈ ബെനിഫിറ്റ്സ് എല്ലാം ഇവർക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. കാരണം ഒരു പണിക്കും പോയില്ലെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാതെ ജീവിക്കാനുള്ള കാശ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ യൂണിവേഴ്സൽ ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്. വീടിൻ്റെ ഇത് അടഞ്ഞു പോകുന്നുണ്ട്. സോ അത്
അതുകൊണ്ടായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പറയുന്ന ആളുകൾ ആരും ജോലിക്ക് പോയി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഏത് എക്സ് ഓർ വൈ ഓർ ഇസഡ് ഏത് ടൈം ഞാൻ ഇവിടെ വന്നാലും വീട്ടിലുണ്ടെങ്കിലും ആ സമയത്തെല്ലാം അവർ വീട്ടിലുണ്ട്. ഇനി നമ്മളൊരു ദിവസം എക്സ്ട്രാ ഒരു ഡേ ഓഫ് എടുത്താലോ അല്ലെങ്കിൽ നമ്മളെപ്പം നോക്കിയാലും അവർ വീട്ടിലുണ്ടാകും. അവർ ചില്ല് ചെയ്യുന്നു, ബാർബിക്യൂ ഉണ്ടാക്കുന്നു, എൻജോയ് ചെയ്യുന്നു. അവർക്ക് ഈ പറയുന്ന പോലെ ഗവൺമെൻറ് കാശ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, ബെനിഫിറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് IHS സർചാർജ് അടയ്ക്കേണ്ട, NHSലെ ഫീസ് അടയ്ക്കേണ്ട, ഇവർക്ക് NHS എല്ലാം ഫ്രീ ആണ്. സോ ശരിക്കും ഈ സമയം നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കും. ഇത്രയും ഞാൻ പറഞ്ഞ ഡേറ്റയാണ്. ഈ ഡേറ്റ ഞാൻ റിസർച്ച് ചെയ്ത് കളക്ട് ചെയ്ത ഡേറ്റയാണ്. ഇത് ഞാൻ കളക്ട് ചെയ്ത ഡേറ്റ അല്ല, ഗവൺമെൻറ് റിസോഴ്സുകളിൽ നിന്നും മറ്റ് മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും ഞാൻ എടുത്ത ഡേറ്റയാണ്. സൈറ്റേഷൻ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ഡേറ്റ വെച്ചിട്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. അല്ലെ ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ആരെയും ഗവൺമെൻറ് ചോദ്യം ചെയ്യുമോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ല ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളോട് വളരെ ഓപ്പൺ ആയിട്ടൊരു ചോദ്യം ചോദിക്കണം. ശരിക്കും എന്താണ് UK ഇമിഗ്രേഷൻ്റെ പ്രശ്നം? UK ഇമിഗ്രേഷൻ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് പബ്ലിക് ഹെൽത്ത് സെക്ടറിനെയാണെന്നും പബ്ലിക് ഫണ്ടിനെയാണെന്നും പറയുന്നുണ്ട്. ഈ പബ്ലിക് ഫണ്ട് ഈ പറയുന്ന സ്കിൽഡ് വർക്കർ വിസയിലോ സ്റ്റുഡൻറ്റ് വിസയിലോ നിൽക്കുന്ന ആർക്കെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുമോ? ബേസിക് ആയിട്ടുള്ള മെറ്റേണിറ്റി പേ, അതേപോലെ തന്നെ പെറ്റേണിറ്റി പേ, പിന്നെ അതുപോലത്തെ ബേസിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങളല്ലാതെ യാതൊരു യൂണിവേഴ്സൽ ക്രെഡിറ്റോ അല്ല ഹൗസിംഗ് ബെനിഫിറ്റ്സോ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റ്സും ഈ പറയുന്ന സ്റ്റുഡൻസ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ സ്കിൽഡ് വർക്കർ വിസയിൽ ഇരിക്കുക കൊടുക്കാൻ പറ്റത്തില്ല. പകരം അവരെന്താ ചെയ്യുന്നത്? നാഷണൽ ഇൻഷുറൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, എല്ലാ മാസവും കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്നു. IHS NHSൽ അവർ പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻഷുറൻസ് പേയ്മെൻറ്റ് എല്ലാ വർഷവും കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്, ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ട്, വിസ ഫീസ് അടയ്ക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ പിന്നെ ഇവിടെ താമസിക്കുമ്പം വീട് റെൻ്റ് ചെയ്യുന്നുണ്ട്, ബാക്കി കാർ എടുക്കുന്നുണ്ട്, ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ട് എന്ന് വേണ്ട ഈ എക്കണോമിയെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള മിക്ക ആളുകളും ഇവിടെ UK കിട്ടുന്ന കാശിൻ്റെ മെജോറിറ്റി പാർട്ടും UK തന്നെ ചിലവാക്കുന്നു. ബാക്കി സേവിങ്സ് വെച്ചിരിക്കുന്ന കാശ് ഒരു വിസ എക്സ്റ്റൻഷന് വരുന്ന സമയത്തോ അടുത്ത വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തോ അത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ILR അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് വരുന്ന സമയം മുതൽ അവർ സ്കിൽഡ് വർക്കറായി അതിനുശേഷം PR ആവുന്ന പോയിന്റ് വരെ ഗവൺമെൻറ്റിന് വരുമാനം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ചാണെങ്കിൽ യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റ്സും കൊടുക്കുകയും വേണ്ട. അതേസമയം അസൈലം സീക്കേഴ്സും ഹ്യൂമാനിറ്റേറിയൻ വിസയിൽ വരുന്ന ആളുകൾക്ക് അവർക്ക് യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല, ₹1 പോലും അങ്ങോട്ട് കൊടുക്കേണ്ട. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ബില്യൺ കണക്കിന്, അതായത് ലക്ഷം കോടി രൂപകൾ വരെ, രൂപയിൽ പറഞ്ഞ കേട്ടോ, ലക്ഷം കോടി അത്രയും എമൗണ്ട് വരെ ഇങ്ങോട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാളല്ല മേടിക്കുന്ന, പലരായിട്ടാണ് മേടിക്കുന്നത്. പലതുള്ളി പെരുവെള്ളം, എൻ്റെ അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എള്ളി ചോരുന്ന അറിയത്തില്ല, തേങ്ങ ചോരുന്ന അറിയത്തുള്ളൂ. പലതുള്ളി പെരുവെള്ളം എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ഫണ്ടുകളും പബ്ലിക് സർവീസുകളും യൂസ് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം ഗവൺമെൻറ് തിരിഞ്ഞു നോക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു കൃത്യമായ പ്ലാൻ കൊണ്ടുവരാതെ ലീഗൽ മൈഗ്രേഷനെ ഗവൺമെൻറ് ശരിക്കും ഉപകാരപ്പെടുന്ന, എക്കണോമിക്ക് ഉപകാരപ്പെടുന്ന ഈ സിസ്റ്റം മാത്രം തടയുന്നത് കൊണ്ട് ഗവൺമെൻറ് ശരിക്കും പ്രയോജനപ്പെടും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാൻ ഇന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ തിരുത്തുക. വളരെ ഓപ്പൺ മൈൻഡോട് കൂടെ ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ വില്ലിങ് ആണ്. അല്ല, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇൻഫോർമേറ്റീവ് മെൻറ്ററിനുള്ള കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇനി ഒരു വീഡിയോ കാണാം. ഇനി ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.